بسم الله الرحمن الرحيم ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين صدق الله العلي العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ അവന്റെ മസ്ജിദിൽ നാം ഒരുമിച്ച് കൂടിയത് അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ ഈ നിമിഷം വരെ നമ്മിൽ നിന്നൊന്ന് സംഭവിച്ച തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം കാരുണ്യവാനായ റബ്ബ് പൂർണ്ണമായും അഫ്വ് നൽകി, മഗ്ഫിറത്ത് നൽകി, ശിഷ്ടജീവിതം അവന്റെ ഇഷ്ടത്തിലായി, ത്വാഅത്തിലായി, ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരീ സഹോദരങ്ങൾ, ദുആ വസിയ്യത്ത് നടത്തിയിട്ടുള്ള മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായി വീടുകളിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, അവരുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസ്സും അവന്റെ പൊരുത്തത്തിലായി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാം ദുആ ചെയ്യാൻ കടപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ടോ, പ്രത്യേകിച്ച് പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ തെരുവ് യുദ്ധങ്ങളിലാണുള്ളത്. പ്രതിഷേധ സംഗമങ്ങളാണ് നാം ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി തലമുറ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാവി പ്രതീക്ഷകളൊക്കെ അസ്തമിപ്പിച്ച് കളയുന്ന രൂപത്തിൽ കേന്ദ്ര ഭരണകൂടം, നീറ്റ് പരീക്ഷ നമുക്കറിയാം, മെഡിസിൻ അതുപോലെ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോഗ്യതാ പരീക്ഷകളൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എൻട്രൻസ് എക്സാമുകൾ കാര്യക്ഷമമായി തന്നെ നടക്കാറുണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കളങ്കമില്ലാത്ത മിടുക്കന്മാരായ, ആരോഗ്യരംഗത്ത് സേവനം ചെയ്യുന്ന ധാരാളം ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ആ പരീക്ഷകളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ചോദ്യപേപ്പർ ചോർച്ച അടക്കം അതിൽ പ്രയാസപ്പെട്ട് 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ വിഷയത്തിന്റെ പേരിൽ 22ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതൊക്കെ നാം വായിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് വേണ്ട മറ്റെല്ലാ അനുകൂല സഹായങ്ങളൊക്കെ നൽകണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടി, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂത്ത് വിങ് സ്ഥാപിതമായിട്ടുള്ള ആ പാർട്ടിയും അതുപോലെ മറ്റു കക്ഷികളും അതുപോലെ പാർട്ടിയില്ലാത്ത നിഷ്പക്ഷവാദികളായിട്ടുള്ള എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മുൻഗാമികൾ, നീറ്റ് പരീക്ഷയായാലും മറ്റ് ഏത് സംവിധാനമാണെങ്കിലും ഇത്തരത്തിലുള്ള ആ കാര്യക്ഷമമായ രൂപത്തിൽ നടന്നുകൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ നടക്കുന്നതിൻ്റെ പിന്നിൽ മുൻകാലങ്ങളിൽ പരിശ്രമിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിജീവികളും ചിന്തകന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ ആ ചിന്തകൾക്കും കൃത്യമായ ഇടപെടലുകൾക്കൊക്കെ പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്തു അഅറാഫിൽ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്, നാം ഒക്കെ കേട്ടിട്ടുള്ള ആയത്താണ്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദ്ഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഭൂമിയിൽ ഒരാളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. അത് സമ്പത്ത് ഘടന അത് പുരോഗമിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ഐശ്വര്യപൂർണമായി റബ്ബ് സുബ്ഹാനഹു സംവിധാനിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയിലൊന്നും പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലും ഒരാളും നടത്താൻ പാടില്ല എന്ന് ഖുർആൻ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഓരോ കാര്യങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കുന്നത് മതത്തെ നോക്കിക്കൊണ്ട്, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തപ്പെടുകയും പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരിൽ എന്തെല്ലാം രൂപത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഭരണകൂടം ഇന്ന് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാം ഒക്കെ കണ്ടു. ആ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയേറെ വേദന തോന്നാറുണ്ട്. യുവാക്കളുടെ ശരീരങ്ങളിൽ പോലീസിന്റെ ആ മർദ്ദന മുറകളൊക്കെ നാം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ, അവരുടെ ലാത്തിയിലൊക്കെ നാം ഒക്കെ കണ്ടതാണ്. ആണി അടിച്ച് കയറ്റിയിട്ട് ആ ആണി വച്ചാണ് ഈ വിദ്യാർത്ഥികളുടെ മുഖത്ത്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ വളരെ പ്രയാസപ്പെടുത്തുന്ന മുറിവുകൾ ഉണ്ടാക്കി സമൂഹത്തെ വേദനിപ്പിച്ച് വിദ്യാഭ്യാസത്തിന്റെ ആ ഉന്നതമായ നിലവാരത്തിൽ കത്തിവെച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഖുർആൻ ഓർമ്മപ്പെടുത്തി, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഒരു കൃത്യമായ, ഒരു ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഭൂമിയിൽ കലാപം ഉണ്ടാക്കാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന് അൽ മൻഉ മിൻ ഇഫ്സാദിൻ നുഫൂസ് ബിൽ ഖത്ൽ. വ്യക്തികളെ കൊല ചെയ്തുകൊണ്ട്, അവരുടെ രക്തമൊഴുക്കിക്കൊണ്ട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്നതുപോലെ അവയവങ്ങൾക്ക് പോറലേൽപ്പിച്ചുകൊണ്ട്, അവരുടെ രക്തം ഭൂമിയിൽ ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മനുഷ്യന്റെ വിശ്വാസം കവർന്നെടുക്കുന്ന രൂപത്തിലുള്ള പീഡനമുറകൾ പാടില്ല. ഖുർആൻ പറഞ്ഞത് വിശദീകരിക്കുന്നു, വിശ്വാസികളായ ആളുകളുടെ ആ വിശ്വാസം കവർന്നെടുക്കുന്ന രൂപത്തിൽ, വിശ്വാസിയായതിന്റെ പേരിൽ അവനെ പ്രയാസം സൃഷ്ടിക്കുക, അങ്ങനെ അവന്റെ ഖൽബിലുള്ള ഈമാൻ കവർന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ ബിദ്അത്ത്, പുത്തൻ പ്രസ്ഥാനക്കാർ വിശുദ്ധമായ ദീനിലില്ലാത്ത പല കാര്യങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് ജനങ്ങളെ പ്രയാസം ഉണ്ടാക്കുക, ഈ കാര്യങ്ങൾ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നതുപോലെ ജനങ്ങളുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക, സമ്പത്ത് ഉന്മൂലനം ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ, അതുപോലെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട്, അത് നീറ്റ് പരീക്ഷയിലാകട്ടെ, അതല്ല അതുപോലെ തന്നെ മറ്റു ജനങ്ങൾ ഇടപെടുന്ന ഏത് ബിസിനസ് മേഖലയിലാണെങ്കിലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി
ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹത്തിനാകട്ടെ, അത് വരാനിരിക്കുന്ന തലമുറയ്ക്കാകട്ടെ ഒരു പ്രയാസവും സൃഷ്ടിക്കാൻ പാടില്ല. ഫതആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. മനുഷ്യന് നന്മയ്ക്ക് തഖ്വ ചെയ്യുന്നതിന് നിങ്ങൾ പരസ്പരം സഹായിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയുടെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായങ്ങളും മറ്റൊരാൾക്ക് ചെയ്തുകൂടാ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, നാം പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നീതിയുക്തമായ ഒരു ഇടപെടൽ ആവശ്യമാണെന്ന് വിശുദ്ധ ദീൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ച എടുത്ത വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഭരണാധികാരികൾ അവരുടെ ഉദ്യോഗസ്ഥരെയൊക്കെ വേണ്ട രൂപത്തിൽ നിയന്ത്രിച്ചു നിർത്തുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് വിശുദ്ധ ദീൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഭരണാധികാരിയായിരുന്നു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മഹാനായ അബൂ മറിയം അൽ അസ്ദി എന്ന് പറയുന്ന മനുഷ്യൻ കയറി വരികയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയെ സന്ദർശിക്കാനായി കടന്നു വരുന്ന സമയം, ആ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു അബൂ മറിയം അൽ അസ്ദിയോട് പറയുന്നുണ്ട്, മാ അൻഅംനാ ബിക യാ അബാ ഫുലാൻ, അങ്ങയുടെ വരവ് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആ അതിഥിയെ ഭരണാധികാരി വളരെ കൃത്യമായ രൂപത്തിൽ സ്വീകരിക്കുകയും ഒരു അതിഥിയോട്, തന്റെ ഭരണീയരോട് കാണിക്കേണ്ട മര്യാദകളൊക്കെ പൂർണ്ണമായി മുആവിയ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുകയും അങ്ങനെ ആ മനുഷ്യൻ അബൂ മറിയം അൽ അസ്ദി എന്ന് പറയുന്ന മനുഷ്യൻ ഭരണാധികാരിയുടെ അടുക്കൽ ഇരിക്കുകയും പരസ്പരം ആശയ സംവാദങ്ങൾ അവർ നടത്തുകയാണ്. അങ്ങനെ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്, അത് അങ്ങയുടെ മുന്നിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും, എന്നിട്ട് അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെ തന്നെ, നല്ല ചിന്തയോടുകൂടെ തന്നെ തന്റെ ജനതയിൽ, തന്റെ സമൂഹത്തിൽ അതാ ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ട ആ ഹദീസ് എത്രത്തോളം ഫലപ്രദമാകും എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഭരണാധികാരി കേൾക്കുകയാണ്. ഇതൊക്കെ നാം പറയുമ്പോ, നാം ഏത് രൂപത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകളാണെങ്കിലും തന്റെ കീഴിലുള്ള ആളുകൾ, തന്റെ ഭരണീയരായ ആളുകൾ തന്നോടൊരു ആവശ്യം പറയാൻ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ റിക്വസ്റ്റുമായി വന്നാൽ അവരെ ആട്ടിയോടിക്കൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പാടില്ല എന്ന വലിയ മെസ്സേജ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പറയുകയാണ്, മൻ വല്ലാഹു അല്ലാഹു അസ്സ വജല്ല ശൈഅൻ മിൻ അംരിൽ മുസ്ലിമീൻ, വിശ്വാസികളായ തന്റെ രാജ്യത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഉത്തരവാദിത്തം അങ്ങയെ അല്ലാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഫഹ്തജബദൂന ഹാജതിഹിം വഖല്ലതിഹിം വഫഖരിഹിം, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരുടെ ആ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് തന്റെ സ്വന്തം ഇംഗിതം നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്താൽ, മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത് പറയുകയാണ്, ഇഹ്തജബല്ലാഹു അൻഹു ദൂന ഹാജതിഹിം വഖല്ലതിഹി വഫഖരിഹി, അങ്ങനെ ഒരാൾ തന്റെ സ്വന്തം താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ വലിയ വില നൽകേണ്ടി വരുമെന്ന വലിയ ആശയം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ മനുഷ്യൻ പങ്കുവച്ചപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഫജഅല റജുലൻ അലാ ഹവായിജിൻ നാസ്, ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ ആ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരിയായ
ഞാൻ പ്രത്യേകമായ ഒരു സമിതിയെ നിയമിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ സ്വസ്ഥത സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സമൂഹത്തിന്റെ മുന്നിൽ മാതൃക കാണിച്ചുവെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃകകൾ നമ്മുടെ ഭരണാധികാരികൾ അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആരെല്ലാം ഉണ്ടോ അവരൊക്കെ പാലിച്ചില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു അവർക്ക് ദുനിയാവിൽ അതുപോലെ തന്നെ നാളെ ആഖിറം പാരത്രിക ലോകം എന്ന ഒരു സംഗതി വരാനുണ്ട്. അതേക്കുറിച്ചൊക്കെ വിശ്വാസമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ കൃത്യമായ ഇടപെടലുകൾ റബ്ബിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആ നീറ്റ് പരീക്ഷയിൽ അതിന്റെ ക്രമക്കേടുകൾ നാമൊക്കെ നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വലിയ പ്രയാസങ്ങൾ, അതുപോലെ വരാനിരിക്കുന്ന സമൂഹങ്ങൾക്ക് എല്ലാ രംഗത്തും വലിയ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിപ്പിക്കുന്ന രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിൽ നടക്കേണ്ട പരീക്ഷാ സംവിധാനങ്ങളിലൊക്കെ ക്രമക്കേടുകൾ സംഭവിക്കുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടുകൾക്ക് സമാധാനവും സ്വസ്ഥതയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവരിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്തിന്റെ പേരിൽ? നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് നാമൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഒരു മൃഗത്തെ നാം അടിക്കുകയാണെങ്കിൽ അതിനും മര്യാദയുണ്ട്. ആ മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള ഭരണാധികാരികൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവർക്കെതിരെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നീതി നിലനിർത്തുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി റബ്ബ് സുബ്ഹാനഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയൊക്കെ അവരുടെ പരീക്ഷകളിൽ അതുപോലെ ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ ഖൈറായ വിജയങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുള്ള സഹോദരങ്ങളുണ്ട്. അല്ലാഹു ഓരോരുത്തരുടെയും